ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാവുന്നത് മുൻ ക്ലാസ്സുകൾ പഠിച്ച പോലെ തന്നെ പഴയ ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് പൊതുവെ നമ്മൾ പഠിക്കാറ്. പക്ഷേ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് പഠിക്കുകയാണ്. പൊതു എക്സാമുകൾക്കെല്ലാം PSC SSC എക്സാമുകൾക്കെല്ലാം ഡേയ്സുകൾ ചോദിക്കുകയാണ്. ചില പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ ഇമ്പോർട്ടൻസ് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളും ആ ഡേയ്സുകളുടെ ഇമ്പോർട്ടൻസും ചോദിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാഷണൽ യൂത്ത് ഡേ എന്ന് ചോദിച്ചാൽ ജനുവരി 12 നമുക്ക് നാഷണൽ യൂത്ത് ഡേ ജനുവരി 12 ഇങ്ങനെ ചോദിക്കേണ്ടത്. അതേസമയം നാഷണൽ യൂത്ത് ഡേ ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്, അല്ലെങ്കിൽ എന്തിന്റെ എല്ലാം കമമറേഷൻ ആണ് ഓരോ ഡേയ്സുകൾ ആചരിക്കുന്ന രീതിയിൽ ചോദിക്കുന്നത്. അപ്പൊ ഡിസംബർ മുതൽ ജനുവരി വരെ നമുക്കുണ്ട്, അല്ലെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഈ 12 മാസങ്ങളും പ്രധാനപ്പെട്ട ഡേറ്റുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനുവരിയിലെ പ്രധാനപ്പെട്ട നാഷണൽ ഡേയ്സുകളാണ്. ഇന്റർനാഷണൽ ഡേയ്സ് വേറെ ഉണ്ട്, ഓരോ മാസത്തിലും ഇന്റർനാഷണൽ ഡേയ്സ് വേറെ ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനുവരിയിലെ നാഷണൽ ഡേയ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയിരിക്കുമല്ലോ. അടുത്ത ക്ലാസ് നമുക്ക് ഫെബ്രുവരി, അങ്ങനെ എല്ലാ 12 മാസങ്ങളും പ്രധാനപ്പെട്ട ഡേയ്സുകൾ, നാഷണൽ ഡേയ്സുകളും ഇന്റർനാഷണൽ ഡേയ്സുകളും നമുക്ക് പഠിക്കണം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ജനുവരി ഡേയ്സുകളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജനുവരി 1 അറിയാം, ന്യൂ ഇയർ ഡേ ആണ്. എല്ലാ രാഷ്ട്രങ്ങളും ജനുവരി 1 ന്യൂ ഇയർ ഡേ ആയിട്ട് ആചരിക്കുന്നു. പുതിയ വർഷത്തിന്റെ ആരംഭത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. പഴയ വർഷങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് പുതിയ വർഷമായിട്ട് നമുക്ക്. അപ്പൊ ജനുവരി 1 നമുക്കറിയാം ന്യൂ ഇയർ ഡേ ആണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ജനുവരി 3 വരുന്നത്. ജനുവരി 3 നമുക്കറിയാം. ജനുവരി 3 എന്ന് പറയുന്നത് നമ്മുടെ സാവിത്രി ഭായ് ഫുലെ ഡേ ആണ്. സാവിത്രി ഭായ് ഫുലെ ജയന്തി ആയിട്ട് ആചരിക്കുക. സാവിത്രി ഭായ് ഫുലെ ജയന്തി നമുക്കറിയാം, നമ്മുടെ ജ്യോതിബ ഫുലെയുടെ ഭാര്യയാണ് സാവിത്രി ഭായ് എന്ന് പറയുന്നത്. സാവിത്രി ഭായ് ഫുലെ എന്ന് പറയുന്നത് 1830 ജനുവരി 3 ജനിക്കുന്നത്. ആ ജനുവരി 3 നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും സാവിത്രി ഭായ് ഫുലെ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. അതിനുശേഷം ജനുവരി 5 വരുന്നുണ്ട്. ജനുവരി 5 എന്ന് പറയുന്നത് നാഷണൽ ബേർഡ് ഡേ ആണ്. നാഷണൽ ബേർഡ്, പക്ഷി ദിനം. ഒരു പക്ഷികൾ ഇക്കോസിസ്റ്റത്തിൽ പക്ഷികളുടെ പ്രാധാന്യം എന്താണ്, അവിടെ നിലനിൽപ്പ് എന്താണ് തുടങ്ങിയതിനെ കുറിച്ചെല്ലാം അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജനുവരി 5 ജനുവരി 5 നമ്മൾ നാഷണൽ ബേർഡ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുക. അപ്പൊ നാഷണൽ ബേർഡ് ഡേ ജനുവരി 5. ജനുവരി 3 എന്ന് പറഞ്ഞാൽ സാവിത്രി ഭായ് ഫുലെ ഡേ എന്ന് ഓർത്തിക്കുക. ഇനി ജനുവരി 6 ഓർത്തിക്കുക. ജനുവരി 6 എന്നത് ഗുരു ഗോബിന്ദ് സിംഗ് ജയന്തിയാണ്. ഗുരു ഗോബിന്ദ് സിംഗ് ജയന്തിയാണ് ജനുവരി 6 എന്ന് പറയുന്നത്. പുറത്തേക്ക് നമ്മുടെ സിഖ് ഗുരുക്കന്മാർ 10 ഗുരുക്കന്മാരുണ്ട് അറിയാം. അതിൽ 10ാമത്തെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ്, നമുക്ക് ഖൽസ, സിഖ് മതത്തിലെ ഖൽസയൊക്കെ കൊണ്ടുവന്നതാണ് ഗുരു ഗോബിന്ദ് സിംഗ്. ആ 10ാമത്തെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗിന്റെ ജയന്തിയായിട്ടാണ് ജനുവരി 6 നമ്മൾ ആചരിക്കുന്നത്. അദ്ദേഹം ബീഹാറിലെ പാറ്റ്നയിലാണ് ജനിച്ചത് ഡിസംബറിലാണ്. പക്ഷെ കലണ്ടർ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് ജനുവരി 6 ഗുരു ഗോബിന്ദ് സിംഗ് ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഗുരു ഗോബിന്ദ് സിംഗ് ജയന്തി എന്ന് പറയുന്നത് ജനുവരി 6 സിഖ് ഗുരുക്കന്മാരിൽ 10ാമത്തെ ഗുരുവാണ്. സിഖ് മതത്തിലെ ഖൽസ കൊണ്ടുവന്ന ഗുരു കൂടിയാണ് ഗുരു ഗോബിന്ദ് സിംഗ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞ് ജനുവരി 9 ജനുവരി 9 നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഭാരതീയ പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി 9 നമുക്കറിയാം. 1915 ജനുവരി 9 നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ ജനുവരി 9 നമ്മൾ ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഓർത്തിക്കുക, 1893 ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ദാദാ അബ്ദുള്ള കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലീഗൽ പ്രാക്ടീസറായിട്ട് ജനുവരി 1893 ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. ആ 1893 പോയിട്ട് 1915 ജനുവരി 9 ഇന്ത്യയിൽ. ആ ജനുവരി 9 നമ്മൾ ഭാരതീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുക. അപ്പൊ ഇന്ത്യയിൽ എല്ലാ വർഷവും ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കാണ്ട് ആ ദിവസം ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ ഒരു രാഷ്ട്രത്തലവനെ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ടും ആചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം ഭാരതീയ പ്രവാസി ദിനത്തിന്റെ ചീഫ് ഗസ്റ്റ് ആരാണെന്ന് കുടിക്കുക. എല്ലാ വർഷവും ജനുവരി 9 ചീഫ് ഗസ്റ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ചീഫ് ഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ ബെറ്റർ ആയിരിക്കും നോക്കി. അപ്പൊ ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനം മറക്കണ്ട. ഇനി അധികം ജനുവരി 12 ജനുവരി 12 നമുക്കറിയാം, അതിനേക്കാൾ പ്രശസ്തമായ ദിവസമാണ് നമുക്കറിയാം. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആണ്. നാഷണൽ യുവജന ദിനമാണ് ജനുവരി 12 നമുക്കറിയാം. ഇറ്റ് ഈസ് എ കമ്മമറേഷൻ ഓഫ് ദി ബർത്ത് ഡേറ്റ് ഓഫ് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ ജന്മദിനമാണ് ജനുവരി 12. 1863 ജനുവരി 12 കൽക്കട്ടയിലാണ് ജനിക്കുന്നത് സ്വാമി വിവേകാനന്ദ ജനിക്കുന്നത്. സ്വാമി വിവേകാനന്ദ ജനിക്കുന്നത് 1863 ജനുവരി 12 കൽക്കട്ടയിലാണ്. അപ്പൊ ജനുവരി 12 നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്ന കൂടി മറക്കണ്ട. അപ്പൊ ജനുവരി 12 അപ്പൊ വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി 12, അത് നാഷണൽ യൂത്ത് ഡേ ആണ്. ആ വിവേകാനന്ദ ജന്മദിനത്തിന്റെ 150ാം വാർഷികത്താണ് നമുക്കറിയാം. 2013 150ാം ജന്മവാർഷികത്തിനാണ്
2013 വിവേക് എക്സ്പ്രസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കും. കന്യാകുമാരി മുതൽ ദീബ്രുഗർ വരെ ഇന്ത്യയിലെ ഏറ്റവും ദീർഘദൂരത്തിൽ ഓടുന്ന ട്രെയിൻ വിവേക് എക്സ്പ്രസ് ആണ്. അത് കന്യാകുമാരി മുതൽ ആസാമിലെ ദീബ്രുഗർ വരെയാണ്. അത് വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികത്തിൽ 2013 ഇറക്കിയതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ വിവേകാനന്ദന്റെ ജന്മം ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ മറക്കാതെ പഠിക്കുക. അപ്പൊ ജനുവരി 12. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത്, ജനുവരി 15 വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ജനുവരി 15 എന്നാണ് നമുക്കറിയാം. ജനുവരി 15 ആർമി ഡേ ആണ്. നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ തലവനായി ഇന്ത്യക്കാരനായ നമ്മുടെ ജനറൽ കരിയപ്പ ഇന്ത്യൻ കരസേന തലവനായി മാറുന്ന ആ ഒരു ദിവസമാണ് ജനുവരി 15. അതാണ് ജനുവരി 15 ആർമി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ മറക്കണ്ട, ജനുവരി 15 എന്ന് പറഞ്ഞാൽ മറക്കണ്ട. ജനുവരി 15 എന്താണ്? നാഷണൽ ആർമിയുടെ കരസേന ദിനമാണ്. ജനറൽ കരിയപ്പ ബിക്കേം ദി ഫസ്റ്റ് ഇന്ത്യൻ കമാൻഡർ ഓഫ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ കമാൻഡർ ആകുന്ന ആ ദിവസമാണ് ജനുവരി 15. അതാണ് നമ്മൾ ആർമി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം വരുന്നത് പ്രധാനപ്പെട്ട ദിവസം ജനുവരി 23 വരുന്നുണ്ട്. ഓർത്ത് ജനുവരി 23 എന്ന് പറയുന്നത് ജനുവരി 23 വളരെ പ്രധാനപ്പെട്ട. ജനുവരി 16 ഉണ്ട്. ജനുവരി 16 നമുക്കുണ്ട്. ജനുവരി 16 ഒന്ന് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആണ് വരുന്നത്. ജനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആണ്. നമുക്ക് 2022 മുതൽ നമ്മൾ ഇന്ത്യയിലെ ഈ പുതിയ എന്റർപ്രീനിയർഷിപ്പിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2022 ശേഷം നമ്മൾ ജനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും. നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കേണ്ട. അപ്പൊ അതും മറക്കാതെ ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ. അതിനുശേഷം നമുക്ക് വേണ്ട ഒന്ന് ജനുവരി 23 ജനുവരി 23 ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. 2025 മുതലാണ് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ജനുവരി 23 എന്ന് പറയുന്നത് നാഷണൽ പരാക്രം ദിവസമാണ്, അല്ലെങ്കിൽ ദേശീയ പരാക്രം ദിവസമാണ് ജനുവരി 23. ഇറ്റ് ഈസ് ബർത്ത് ആനിവേഴ്സറി ഓഫ് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ജനുവരി 23. നമുക്കറിയാം ഒഡീഷയിലെ കൽക്കട്ടയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ആ ജനുവരി 23 നമ്മൾ ദേശീയ പരാക്രം ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ദേശീയ പരാക്രം ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഓർത്ത് നോക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി അത് കഴിഞ്ഞാൽ ജനുവരി 24 നാഷണൽ ചൈൽഡ് ഡേ ആയിട്ട് നമ്മൾ ജനുവരി 24 നാഷണൽ ചൈൽഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ദേശീയ പെൺകുട്ടി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജനുവരി 24 ഓർത്ത് വയ്ക്കുക. ദേശീയ പെൺകുട്ടി ദിനമായിട്ട് ആചരിക്കുന്നത് 2008 മുതൽ നമ്മളത് ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കറിയാം പ്രധാനപ്പെട്ട ജനുവരി 26 നമുക്കറിയാം. അതാണ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. 1950 ജനുവരി 20 ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ടു ഫോഴ്സ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന 1950 ജനുവരി 26 ആണ്. ആ ജനുവരി 26 നമ്മൾ നാഷണൽ റിപ്പബ്ലിക് ഡേ നമ്മൾ ആചരിക്കാം. അപ്പൊ ദേശീയ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി 26 മറക്കരുത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ദെൻ ഫൈനലി ജനുവരി 30 നമുക്കറിയാം 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള മന്ദിറിൽ വെച്ച് വൈകിട്ട് 5:17 ഗാന്ധിജി കൊല ചെയ്യപ്പെടുന്നത്. 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള മന്ദിറിൽ വെച്ച് 5:17 ഗാന്ധിജി കൊല ചെയ്യപ്പെടുന്നത്. ആ ദിവസമാണ് നമ്മൾ ദേശീയ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഷഹീദ് ഡേ ആചരിക്കുന്നത് ജനുവരി 30 ഓർക്കുക. ക്ലിയർ ആയില്ലോ. അപ്പൊ ഇതാണ് നമ്മൾ ജനുവരിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഡേയ്സുകളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ജനുവരി 1, ജനുവരി 3, ജനുവരി 5, ജനുവരി 6, ജനുവരി 9, ജനുവരി 12, ജനുവരി 13, ജനുവരി 16, അത് കഴിഞ്ഞ് ജനുവരി 15 ഉണ്ട്. അത് കഴിഞ്ഞ് ജനുവരി 23 ഉണ്ട്, ജനുവരി 24, ജനുവരി 26, ജനുവരി 30. ഇതിനിടയിൽ ജനുവരി 25 കൂടി നെയ്മ് വിട്ടുപോയതാണ്. ജനുവരി 25 മറക്കത് നമ്മുടെ ദേശീയ വോട്ടേഴ്സ് ഡേ, നാഷണൽ വോട്ടേഴ്സ് ആണ്, ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ ടൂറിസ്റ്റ് ഡേ എന്ന് പറയുന്നത് ജനുവരി 25. കാരണം 1950 ജനുവരി 25 നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രൂപമുള്ളത്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപമുള്ളത്. ആ ജനുവരി 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നത്, ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. ആ ദിവസം തന്നെ നാഷണൽ ടൂറിസം ഡേ ആയിട്ട് ആചരിക്കുന്നു ജനുവരി 25. അപ്പൊ ജനുവരി 25 മറക്കരുത് നാഷണൽ വോട്ടേഴ്സ് ഡേ. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോവാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ജനുവരി 25 മറക്കരുത് നാഷണൽ വോട്ടേഴ്സ് ഡേ. പിന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ. അത് ജനുവരി 30 നാഷണൽ മാർട്ടിർ ഡേ അല്ലെങ്കിൽ നാഷണൽ രക്തസാക്ഷി ദിനം അല്ലെങ്കിൽ നാഷണൽ ഷഹീദ് ഡേ എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ. അപ്പൊ ഇതാണ് ജനുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഡേയ്സുകൾ. ഇത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഇതിന്റെ നോട്ട്സ് നമ്മുടെ വീഡിയോ ക്ലാസ്സിന്റെ ബാക്കിൽ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാഷണൽ ഡേയ്സുകൾ, ഇന്റർനാഷണൽ ഡേയ്സുകൾ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.